അപ്പോൾ ഈ രാവിലെ വന്നിട്ട് ഇത് ചൂടാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇനി ഇലക്ഷൻ ഭയങ്കര ചൂട് ഇലക്ഷൻ ചൂട് കൊല്ലത്ത് ഇവിടത്തെക്കാൾ ചൂട്. പക്ഷേ ഇത് രാവിലെ തന്നെ ഇത്രയും സ്ത്രീകളൊക്കെ വലിയ പ്രായമായവരൊന്നും നിൽക്കും. അപ്പോൾ അവരവരുടെ റൈറ്റിന് വേണ്ടി രാവിലെ വരുന്നുണ്ട്. എങ്ങനെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ മിക്ക ദിവസങ്ങളും പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ക്യാമ്പയിനൊക്കെ ഫ്രണ്ടിലോട്ട് ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ പോയായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ചൂട് എങ്ങനെയാണ്? ഞാൻ ഫസ്റ്റ് ടൈം പോയതിനേക്കാൾ പിന്നെ സെക്കൻഡും തേർഡും ഡേയും പോയപ്പോഴായിരുന്നു കൂടുതൽ ക്രൗഡും അച്ഛനുള്ളൊരു വോം വെൽക്കുന്നത്. ഫസ്റ്റ് ടൈം അഫ്കോഴ്സ് ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, പക്ഷേ ക്രൗഡ് കൂടിക്കൊണ്ടേയിരുന്നു. ഞാനവിടെ ക്യാമ്പയിനും ഓരോ ദിവസം പോകുന്നു. ആൻഡ് ആ ഒരു ക്രൗഡിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇത്തവണ അച്ഛൻ ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. പിന്നെ അഫ്കോഴ്സ് എല്ലാവരും എഫേർട്ട് ഇടുന്ന പോലെ തന്നെ അച്ഛനും ഒരുപാട് ഇന്നത്തെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ ലെറ്റ് ദ റൈറ്റ് കാൻഡിഡേറ്റ് വിൻ. കലാശക്കൊട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ അടിപൊളിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ലൈവായിട്ട് കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വണ്ടിയിൽ നിന്ന് ഫുൾ ക്രൗഡ് കാണാൻ കിട്ടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ ഡാൻസും കാര്യങ്ങളും അവിടെയും അഫ്കോഴ്സ് BJPക്ക് തന്നെയായിരുന്നു ക്രൗഡും കൂടുതൽ. ഞാൻ അതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന് കാണാൻ. ആദ്യ വോട്ടല്ലേ, എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? രാവിലെ വന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്, അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? കൊള്ളാം. എങ്ങനെയാ നടക്കാൻ പോണേന്ന് ഒന്ന് കണ്ടിട്ട് പറയാം. ആദ്യമായിട്ട് എനിക്കറിയാൻ പറ്റും. വോട്ട് ചെയ്ത് മൈ എക്സ്പീരിയൻസ്. കൊല്ലത്ത് പോയിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട്? ഫസ്റ്റ് വോട്ടാണോ? അല്ല, മൂന്നാമത്തെ വോട്ട്. കൊല്ലത്ത് എങ്ങനെയുണ്ട്? കൊല്ലത്തെല്ലാം വളരെ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ 2-3 ദിവസം പോയായിരുന്നു. എല്ലാം അടിപൊളിയായിട്ടാണ്. കൊല്ലത്തെ കലാശക്കൊട്ട് ഞാൻ പോയില്ല, ബട്ട് ഫോട്ടോസൊക്കെ കണ്ടു. ഇത്രയും വലിയ എന്താ പറയുക ഒരു സംഭവമായിരുന്നു. ഇത്രയും ആൾക്കാരെ കാണുന്നത് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, ആ ഒരു ആഘോഷവും അച്ഛൻ എന്തൊരു സാധനത്തിൻ്റെ മേളിലൊക്കെ നിന്ന് പോയതും നല്ല രസം. പ്രചരണമൊക്കെ നല്ലപോലെ പോയി. മാസ്ക് കൂടി മാറ്റിക്കൂടെ കുറച്ച് നേരത്തേക്ക്? എല്ലാവരും ഒന്ന് എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. എല്ലാ സൗകര്യങ്ങളും നന്ദി.
ഉണ്ട് നേരെ പറ്റും. വോട്ട് കൗണ്ട് ചെയ്യുന്നവരെ കാത്തിരിക്കണം. പിന്നെ അത് വരുന്നില്ല. ദേശീയ ധാരണ ഇന്ത്യയിലായി ചരിത്ര ഒരു ഇലക്ഷനാണ്. അത് വോട്ട് ചെയ്യുന്നവരെപ്പോഴും ഭരണപക്ഷത്ത് ഇന്ത്യമാരെ സൃഷ്ടിക്കാനായി വോട്ട് ചെയ്യാൻ മാത്രമാണ് സംസ്ഥാനത്തിൽ പുരോഗതി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത്. പൂർണ്ണമായും ഏത് മത്സരം വരുന്ന ഉറപ്പുമെല്ലാം ചിന്തിച്ച് വോട്ട് ചെയ്യുക. പരമാവധി വോട്ടേഴ്സ് വോട്ട് ചെയ്യുക, ജനാധിപത്യം ശക്തിപ്പെടുത്തുക. എന്നിട്ട് ഇതുവരെ കണ്ട ഒരു തിരഞ്ഞെടുപ്പല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം 2 മുന്നണികൾ തമ്മിലായിരുന്നു, 2 സ്ഥാനാർത്ഥികളുണ്ട്. ഇത്തവണ അവിടെ 2-ന് പകരം 3 സ്ഥാനാർത്ഥികൾ ശക്തരാണ്, തുല്യരായി നിൽക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ പോളിംഗ് കഴിയുമ്പോൾ കൃത്യമായിട്ട് പറയാം. എൻ്റെ കയ്യിലൊന്ന് കത്തിക്കണം. അതോ ഹലോ. ഓക്കെ ഓക്കെ
എല്ലാ പത്രക്കാർക്കും സന്തോഷം. നന്ദി നന്ദി. ഇത് ഷട്ടായെന്ന് പറയുന്നത്